ഇന്ന് വൈകുന്നേരമാണെങ്കിൽ ഭയങ്കര മടി പിടിച്ച ഒരു ദിവസമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പം വീട്ടിലുണ്ടാക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം. വെളിയിൽ നിന്ന് ഓർഡർ ചെയ്താൽ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കും, നമുക്ക് ആഹാരം ഉണ്ടാക്കണ്ട. ആഹാരം ഉണ്ടാക്കാതെ തന്നെ നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് അല്ലേ? നമുക്ക് ഗിൽറ്റ് ഫീൽ വരും, അയ്യോ നമ്മൾ വെളിയിൽ നിന്ന് അൺഹെൽത്തി ആയിട്ടുള്ള വാങ്ങിച്ച് കഴിച്ചു, പിന്നെ അത് നമ്മുടെ അഫോർഡബിളും ആയിരിക്കില്ല. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ 4-5 ദിവസം നമുക്ക് ആഹാരം വെച്ച് കഴിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമുക്കൊരു പച്ചക്കറി ഫ്രിഡ്ജ് ഞാൻ തുറന്നു നോക്കി, അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു അവിയൽ ഉണ്ടാക്കിയല്ലോ. അപ്പം നമുക്ക് കുക്കറിൽ എങ്ങനെ അവിയൽ ഉണ്ടാക്കുന്നത് നോക്കാം. അത്യാവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും എടുത്തു, അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു കുക്കറിലോട്ട് ഇട്ടു. പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടു. പിന്നെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്ക് അവിയലിൻ്റെ പച്ചക്കറി എല്ലാം കൂടെ 2 വിസിൽ വരെ നമുക്ക് വേവിക്കാം. ഇത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ 2 വിസിൽ വരെ നമുക്കത് കുക്ക് ചെയ്യണം. അതുപോലെ തന്നെ അപ്പുറത്തെ ഗ്യാസിൽ തന്നെ ഓൾറെഡി ഒരു മീൻ മാരിനേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനും കൂടെ നമുക്കങ്ങ് വറുത്താലോ എന്ന് ആലോചിച്ച് ആ മീനും കൂടെ എടുത്ത് വറുക്കാൻ വേണ്ടി ഇട്ടു. അങ്ങനെ ഇവിടെ നമ്മുടെ 2 വിസിൽ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നോക്കിയപ്പം പിന്നെ മീനിനകത്ത് ഈ ഒരു ഗ്രേവി കാണുന്നത് വൈറലായിട്ടുള്ള മീനിൻ്റെ റെസിപ്പി അല്ല അത് കേട്ടോ. അത് ഞാൻ എൻ്റെ കയ്യിൽ ബാക്കി വന്നിരുന്ന മസാലയും കൂടി ഞാൻ അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് അരപ്പിന് വേണ്ടി എന്തൊക്കെയാണ്, ഞാൻ ഇച്ചിരി ജീരകം എടുത്തു, 2-3 അല്ലി വെളുത്തുള്ളി എടുത്തു, പിന്നെ തേങ്ങായും കൂടെ എടുത്തിട്ട് ഇച്ചിരി ഒന്ന് ഒതുക്കിയെടുക്കുക അതിനെ. അതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞു. വേറൊരു ചട്ടിയിലോട്ടോ വേറൊരു പാത്രത്തിലോട്ടോ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ എടുത്ത് അതിനകത്തോട്ട് ഇടാം. കാരണം അത് വലിയ പാത്രമായതുകൊണ്ടാണ്. ഞാൻ കുക്കർ വലുതായിരുന്നെങ്കിൽ ഞാൻ കുക്കറിൽ തന്നെ ഉണ്ടാക്കും, പക്ഷെ ഞാൻ ചെറിയ കുക്കറായിരുന്നു എടുത്തിരുന്നത്. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പെല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് പിന്നെ ഒരു 2-3 സ്പൂൺ തൈര് പുളിക്ക് വേണ്ടി ഞാൻ തൈര് ഇവിടെ ആഡ് ചെയ്തത്. അതും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇച്ചിരി നേരം അതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി ഗ്യാസിൻ്റെ മണ്ടയിലോട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓണാക്കി അവിൽ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ മീനെല്ലാം നല്ല അടിപൊളിയായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് വറന്ന് വന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ അവിയലും നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു. അത് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വൈകിട്ടത്തെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഊണ് റെഡിയായി കഴിഞ്ഞു. ചോറെടുത്തു, അവിയലെടുത്തു, അതുപോലെ തന്നെ വറുത്ത മീനും കൂടെ എടുത്തു. അപ്പം അടിപൊളി ഒരു ഊണ് റെഡിയായി.